സത്യം ശരണം മാധവ്യം ജ്ഞാനം ശരണം മാധവ്യം കർമ്മം ശരണം മാധവ്യം ധർമ്മം. സംപൂജ്യനായ പൂർണ്ണഗുരു ശ്രീ മാധവാചാര്യൻ്റെയും ഗുരുപത്നി മാധവാചാര്യയുടെയും ചരണങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നു. I bow down to Venerable Guru Madhavacharyan and Gurupatni Madhavacharya. ഗുരുജി ലോകത്തിന് നൽകിയിട്ടുള്ള ജ്ഞാനഗ്രന്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ജ്ഞാനഗ്രന്ഥമാണ് ഗുരുതത്വസംഹിത. Of the many scriptures offered as true knowledge by Guruji, one of the main ones is Gurutatvasamhitha. ഒരു മനുഷ്യനെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ ജ്ഞാനവും ഗുരുതത്വസംഹിതയിൽ അടങ്ങിയിരിക്കുന്നു. So, how a man should reach to his ultimate, all the information regarding this is given on this scripture. അതിലെ ഒരു ഭാഗമാണ് ഇന്നിവിടെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. So Swamini is going to illustrate how it works, just a portion of it. ക്ഷണികമായൊരു കാമത്തെയും ബഹുനേരം മനതാരിൽ വിചാരിപ്പേ രമിപ്പതതിൽ ആഹ്ലാദിപ്പതതിൽ അതുതന്നെ അമൃതെന്നു നനച്ചു മനവിഹാരം നടത്തവേ അറിവതെങ്ങനെ മർത്യൻ അർത്ഥവത്തായൊരു ലോകത്തെ. അതായത് വളരെ നൈമിഷികമായ, അതായത് വളരെ കുറച്ച് നേരത്തെ സന്തോഷം മാത്രം നൽകുന്ന ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരുപാട് നേരം ആ ആഗ്രഹത്തെ മനസ്സിലിട്ട് ചിന്തിച്ച് വിചാരിച്ച് അതിൽ തന്നെ രമിച്ചിരുന്ന് അതിൽ ആഹ്ലാദിച്ച് അത് തന്നെ അമൃതെന്ന് കരുതി അതിൽ രമിച്ചിരിക്കുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ അർത്ഥവത്തായ ഈ ലോകത്തെ കാണാൻ സാധിക്കുന്നത്? ആ മനുഷ്യന് എങ്ങനെയാണ് ഈ അർത്ഥവത്തായ ഈ ലോകത്തെ കാണാൻ സാധിക്കുന്നത്? A man who indulges in momentary pleasure, whatever gives him an ephemeral encouragement regarding his life, how is it possible for that man to know the real pleasures or the real happiness, eternal happiness that could be gained in through the nature? ദർശിക്കുവതെങ്ങനെ നിൻ കണ മുന്നിൽ നടക്കുന്ന സത്യത്തെ, ഗ്രഹിക്കുവതെങ്ങനെ സത്യജ്ഞാനത്തെ, കേൾക്കുവതെങ്ങനെ എൻ സത്യവചനത്തെ. അങ്ങനെ ആഗ്രഹങ്ങളിൽ മനസ്സ് നിൽക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് തൻ്റെ കൺമുന്നിൽ നടക്കുന്ന ആ സത്യത്തെ, ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്, ദർശിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ആ സത്യജ്ഞാനത്തെ ഗ്രഹിക്കാൻ, പഠിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ആ സത്യവചനത്തെ കേൾക്കുവാൻ സാധിക്കുന്നത്? Such a man filled with all the desires, how is it possible for him to listen to Guru Vani, to the speech of Guru? How is it possible to him to listen to the instructions laid down by Guru? How is it possible for him to recognize the true vision that is around him in the nature, in the ecosystem, delivered by Guru? വിഭ്രമകരമാം കോപത്തെ അന്തർലയിപ്പിച്ചു അകതാരിൽ പുകയുന്ന മനം എങ്ങനെ അറിവിൻ സ്വീകരണ സ്ഥാനിയാകും? അങ്ങനെ ഈ ആഗ്രഹത്തിൽ നിന്നും, ഈ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രമകരമായ കോപം, So a man with that amount of aggression in him, anger, hatred in him, how will he be able to clearly see what has Guruji provided, what has Guru Adishunya Bala Shakti provided for him to actually live his life with? രോക്ഷവും അമർഷവും വാശിയും നിരാശയും വിവിധ രൂപങ്ങൾ കോപത്തിനേകിയൊരു മാറ്റുലി മാത്രം. ഉള്ളിലടക്കുന്ന അമർഷവും കോപം തന്നെ, ആക്രോശിക്കും ശബ്ദവും കോപം തന്നെ. അതായത് കോപം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉള്ളിൽ വരുന്നത് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രകടിപ്പിക്കുക? കൂടുതലും രോക്ഷമായിട്ട്, അമർഷമായിട്ട്, വാശിയായിട്ട്,
നിരാശയായിട്ടൊക്കെ ആയിരിക്കും നമ്മളത് പുറത്ത് കാണിക്കുന്നത്. എന്നാൽ ചിലർ പറയും എനിക്ക് ദേഷ്യം വരാറില്ല, എനിക്ക് ദേഷ്യമില്ല എന്ന്. പക്ഷെ അവർ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്നതും ദേഷ്യം തന്നെയാണ്. എന്നാൽ പുറമേ ആക്രോശിക്കുന്ന, ദേഷ്യത്തോടു കൂടി ശബ്ദിക്കുന്നതും കോപം തന്നെയാണ്. So, Swamini was explaining about how the different categories of anger works in a man. So, whether it's hatred or aggression or jealousy, selfishness, ego working out, or depression, the man may say that no, I don't have any such effects in me. I don't express myself that way. But the truth is, he is building it inside him, and he is unable to see the true nature around him. വീറും വാശിയും വൈരാഗ്യവും കർമ്മത്തിനേകും അതിവേഗമെങ്കിൽ ആത്മരോക്ഷവും ആത്മസംഘർഷവും ഏകും കോപത്തിൻ ഭാഗധേയത്വം. അതായത് വീറും വാശിയും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കർമ്മത്തിന് ചിലപ്പോൾ വേഗത കൂട്ടുമായിരിക്കും. പക്ഷേ ഇതെല്ലാം ആ ആത്മാവിന് ആത്മസംഘർഷമായിട്ടും ആത്മരോഷവുമായിട്ടും ഉണ്ടാവുന്നു. അത് ശരിക്കും അതിൻ്റെ അടിസ്ഥാന കാരണം കോപം തന്നെയാണ്. So a person may feel the ego working in him, the over-competitiveness, the pride. All this comes from the root cause of anger that is in him, that is in depth in him. And that person won't be able to listen to the instructions provided by Adishunya Balashakti. ആക്രോശിക്കും മാനവൻ 60 കോപം, കോപമടക്കും മാനവൻ 60 കോപം. രണ്ടും ആത്മാവിനേകും അതിമർദ്ദം, ആത്മാവിൻ മർദ്ദമേകും കർമ്മത്തിൻ തടസ്സം. അതായത് പുറമേ നമ്മൾ ആക്രോശിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി പെരുമാറുന്നതും കോപം തന്നെയാണ്. ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു ദേഷ്യവും കോപം തന്നെയാണ്. രണ്ടും ആത്മാവിന് മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ മർദ്ദം കൂടുന്നതനുസരിച്ച് നമുക്ക് കർമ്മത്തിന് തടസ്സമുണ്ടാവും, നമുക്ക് നല്ലൊരു കർമ്മം ചെയ്യാൻ സാധ്യമല്ല. So the person who is roaring at people with anger, the result is only anger. The person who is there with aggression in him, the result is an anger. That comes with hatred, again the result is anger. And that result, the anger, can only provide him what? With intense blood pressure and then affecting him physically, thus prohibiting him from doing the right karma, the right action of his life. ലോഭവും മോഹവും മാനവിചാരിപ്പുകൾ തൃപ്തരല്ല, തൃപ്തിയില്ല, തൃപ്തിയേകുകയും ഇല്ല. ഈ ആഗ്രഹങ്ങളുടെ ലോകത്ത് നിൽക്കുന്നവർ ഒരിക്കലും തൃപ്തരായിരിക്കില്ല. എപ്പോഴും പിശുക്കി തൻ്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ആ ഒരു ചിന്തകളിലായിരിക്കും അവരുടെ മനസ്സ് എപ്പോഴും വ്യാപരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരിക്കലും തൃപ്തി കിട്ടില്ല. അപ്പോൾ അവരും തൃപ്തരല്ല, മറ്റൊരാൾക്ക് തൃപ്തി കൊടുക്കുകയുമില്ല. അവർ സദാ ഇതിൻ്റെ പുറകെ ഇങ്ങനെ അവരുടെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. And a person who is in the world of desires and greed, he will never be able to feel content. He will never be satisfied with his life or anything that happens in his life. So it'll be the opposite of peace, and all the sorrow in his life is endless. അശാന്തം വിഹ്വലം അന്തമില്ലാ ആഗ്രഹവും ആത്മബോധത്തെക്കാൾ അധികം ചാപല്യമേറും മനതാരും. അവിടെ അവരുടെ മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കില്ല, എപ്പോഴും ഇതിൻ്റെ പുറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്തമില്ലാത്ത ആഗ്രഹങ്ങളുടെ പുറകെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ബോധം മനസ്സിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുന്നു, അവിടെ ആത്മബോധം പ്രവർത്തിക്കുന്നില്ല. So in such a person, the person is never still. His mind is never still. It's always thinking about how to gain more or to receive more in a greedy way or in a very desirous way. And such a person will always be restless. So and that will be affecting him in the conscious level. So he wouldn't be experiencing the consciousness that his soul should be experiencing, because he is living in the materialistic world. മായ ഭോഗ താൽപര്യം ഒരു ഭാഗത്തെങ്കിൽ വിഭ്രാന്തിയും വിധേയത്വവും വിപരീത ചിന്തയും മറ്റു ഭാഗത്തായും നിൽക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് അവരുടെ മായാമോഹങ്ങളുടെ താല്പര്യങ്ങളുടെ പുറകെ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവർക്ക് ഈ ആഗ്രഹം നടക്കാതെയൊക്കെ ഉണ്ടാവുന്ന വിഭ്രാന്തി, ഭ്രാന്തമായ അവസ്ഥ. വിധേയത്വം എന്ന് പറയുമ്പോൾ നെഗറ്റീവ്നെസ് അല്ലെങ്കിൽ തിന്മയോട് ഉള്ള വിധേയത്വവും വിപരീത ചിന്തയും എല്ലാം തലകുത്തനെ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുക.
So when the person is restless and depressed, what will happen? All the world that he knows is of wonder, like imagined, not real, because it is full of desire, and that is not even the soul's desire that's coming up, it's just the materialistic desire. And because of that, the person is going to be depressed in the conscious level itself, and the person will be restless and will lead to different mental states that the person might not recognize himself as, and might be having opposite thoughts, like what should be taken as positive will be taken as negative, and such. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം വികാരേന വിചാരേന ഭാവേന ബോധേന വ്യാപരിക്കും. ആത്മാവിൽ, കർമ്മത്തിൽ, ധർമ്മത്തിൽ. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ അതിൻ്റെ കൂടെ ഉണരുന്ന ഷഡ്ദോഷങ്ങൾ, കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങൾ നമ്മുടെ വികാരത്തിലും അത് പിന്നെ വിചാരത്തിലും ചിന്തകളിലായിട്ടും വരികയും അത് ഡോമിനേറ്റ് ആവുന്ന അനുസരിച്ച് നമ്മുടെ ഭാവത്തിലും അതുണ്ടാവുന്നു, ബോധതലത്തിലും അത് വളരെയേറെ സ്വാധീനിക്കുന്നു, വ്യാപരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ കർമ്മത്തിലും ധർമ്മത്തിലും നമ്മുടെ മൂല്യബോധത്തിലും ഒക്കെ അത് ബാധിക്കുന്നു, അത് പ്രകടമാകുന്നു. So 6 vices that we have learnt before as well, that is the anger, greed, jealousy, ego, etc. They will only lead to the accumulation of karmic accounts, which is the samskaras in us, and thus they will never be rid of sorrow or depression or anxiety in their life, because it is always filled with these accumulated by the 6 vices that we are still prone to, because we are not ready to think out of that. ദേഹവും ദേഹിയും ബന്ധിതമീ വികാര വിചാരത്തിൽ. അപ്പോൾ ഈ ചിന്തകളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരവും ആത്മാവും മൊത്തം ഇങ്ങനെ ഈ ചിന്തകൾ കൊണ്ട് ബന്ധിതമാക്കിയിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു കർമ്മവും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബന്ധിതമാക്കിയിരിക്കുകയാണ് ഇത്തരം ചിന്തകൾ. So such thoughts will bind you, and that will lead to you not doing any good to yourself or your surroundings, because you're bound completely in these 6 vices. You're not able to function out of it. സംസ്കാരം ഉണർത്തും ഷഡ്ദോഷ തരംഗം. അതാം തരംഗം വികാരം സൃഷ്ടിക്കും. വികാരമേകും വിചാരം, വിചാരം ശുദ്ധബോധം ഇല്ലാതാക്കും. അപ്പോൾ ഈ ഷഡ്ദോഷങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ കൊണ്ട് നമ്മുടെ പൂർവ്വജന്മങ്ങളിലുള്ള സംസ്കാരങ്ങളെ അത് ഉയർത്തിക്കൊണ്ടുവരും. അതായത് നെഗറ്റീവായിട്ടുള്ള തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സംസ്കാരങ്ങളെയും കൂടി ഇത് ഉണർത്തിക്കൊണ്ടുവരും. അത് നമ്മളുടെ ബോധമണ്ഡലത്തിൽ ഒരുപാട് വിചാരങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും നമ്മുടെ ശുദ്ധബോധത്തെ തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. So we have been accumulating the karmic accounts of the previous births in us, and when we indulge ourselves with these 6 vices in our lives, all these accumulated karmic accounts is going to be disturbed and brought out, and we will continue to be engulfed in such a life, which will affect us in the level of conscious, and then thus affecting our thoughts, speech and action, and thus we are losing the actual sense, the actual consciousness. We won't be able to see a thing for what it is later on. അതാം വിചാരം അനുസരിച്ചുള്ള ഭക്ഷണവും ജീവിതവും നീ സ്വീകരിക്കും. അതായത് ഈ ഷഡ്ദോഷങ്ങളൊക്കെ ഉണർന്ന് ഇങ്ങനെ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇത് തന്നെയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വിചാരവും ചിന്തയും എല്ലാം ഇതിൽ മുഴുകി നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ രീതിയും ജീവിത രീതിയും സ്വായത്തമാക്കാനായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക. അതായത് രജോ തമോ ഗുണങ്ങളായിരിക്കും നമ്മൾ കൂടുതലായി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുകയും അത് പിന്നെ നമ്മളെ അലസനും മടിയനും ഒക്കെ ആക്കി തീർക്കും. So a person who is indulged with these 6 vices, along with the karmic accounts getting out, it will also lead us to a lifestyle where we will be bound with these 6 vices itself. So that means we are bound to the negativity of our in our lives, negativity alone. So that will lead us to choosing dishes that is more of the rajasic and tamasic in nature, like spice,
or we talk about lifestyle. So after that, when we choose how to live our life, we will also choose the materialistic, the vices indulging kind of lifestyle later on, because we won't be able to live without it, without the desire kicking in us, without the jealousy that's working in us, without the other feelings like anger, hatred, aggression that is pumping in us. നിലനിൽക്കുന്ന ശീലം ഉത്തമമല്ലെങ്കിൽ ക്രമേണ ദേഹവും രോഗി ദേഹിയും വികലം. അപ്പോൾ ഇത്തരം ജീവിത രീതി നമ്മൾ പിന്തുടർന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു സമയമാകുമ്പോൾ നമ്മുടെ ശരീരം രോഗാവസ്ഥയിലേക്ക് പോവുകയും നമ്മുടെ ആത്മാവ് വികലമാവുകയും ചെയ്യും. കാരണം ഇത്തരം ചിന്തകളാണ് സദാ നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഊർജ്ജ സ്വീകരണം കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ആത്മാവ് വികലമായി കൊണ്ടിരിക്കും. So a negative kind of lifestyle will lead to negative kind of habits, and thus physically we will get ill, and that is going to result in a weakened soul as well. Our weakened so we know all the three bodies, the Trisharira concept. So all the physical, energy and causal bodies will be affected and they'll be weakened. Thus our mind will be affected. So we will become a patient, like a person with a disease, with an illness, physically, mentally, spiritually, socially also we will feel that way. ഏകീകരിക്കുന്നു പൂർണ്ണ സാധന ഷഡ്ദോഷ നിവാരണത്തിനായി. ഇവിടെ ഗുരുനാഥനായ മാധവാചാര്യൻ നമുക്ക് പൂർണ്ണ സാധന മാർഗം നൽകിയിരിക്കുകയാണ്. നിർവ്വാണ യോഗ എന്ന യോഗയും അറയ്ക്കയും ഒക്കെ ഉള്ള പൂർണ്ണ സാധന നൽകിയിരിക്കുകയാണ്. എന്തിനാണ്? ഷഡ്ദോഷ നിവാരണത്തിനായി. നമ്മളിൽ ഈ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം എന്നൊക്കെ പറഞ്ഞ് ഈ ഷഡ്ദോഷങ്ങളെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്ന സാധന മാർഗം ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നു പൂർണ്ണഗുരു മാധവാചാര്യൻ. So to completely eliminate these 6 vices from our system, Guru Madhavacharyan has provided us with the system of Nirvana Yoga, the practice of Nirvana Yoga, which will help us cleanse ourselves, purify ourselves of all these 6 vices, and thus leading a healthy lifestyle without any aggression in mind, any sorrow, any such feelings in our mind. So that is what Guru Madhavacharyan has gifted us with. ഏകീകരിക്കുന്നു പൂർണ്ണ സാധന ഷഡ്ദോഷ നിവാരണത്തിനായി. ഉണരും ഷഡ്ദോഷത്തെയും ഉയരും വികാരത്തെയും വ്യാപരിക്കും വിചാരത്തെയും ശുദ്ധീകരിക്കും പൂർണ്ണ സാധന. അപ്പോൾ ഈ സാധന മാർഗത്തിലൂടെ നമ്മുടെ ഷഡ്ദോഷങ്ങളെ, ഉണർന്നു വരുന്ന ഷഡ്ദോഷങ്ങളെ ആദ്യം തന്നെ മാറ്റിക്കൊണ്ടുവരാനും വികലമാവുന്ന ആത്മാവിനെ നേരെ ഉണർന്ന് ആത്മബോധത്തിൽ ഉണർന്നു വരാനും നമ്മളെ സ്വയം ശുദ്ധീകരിക്കാനും ഈ സാധനാ മാർഗം സഹായിക്കുന്നു. So likely awakened vices, the karmic accounts, the samskaras in us, they will all be eliminated using they can be eliminated using the system of nirvana, the practice of nirvana yoga, and thus even eliminating the emotions and outbursts, but even the basic emotions that will lead us to more accumulation of samskaras later. ആത്മാവിലെ ശുദ്ധീകരണവും ശാക്തീകരണവും ശൂന്യബോധത്തെ അറിയുവാൻ ശീലിപ്പിക്കും. അപ്പോൾ നമ്മൾ ഈ സാധന ചെയ്യുമ്പോൾ, നിർവ്വാണ യോഗയിലെ സാധന മാർഗങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഊർജ്ജ സ്വീകരണം ഗുരുവിൽ നിന്നും നടത്തുകയും ആത്മാവിനെ ശുദ്ധീകരിക്കുകയും, ഊർജ്ജ സ്വീകരണം കൂടുന്ന അനുസരിച്ച് എന്താണ്, നമ്മൾ ശുദ്ധീകരണം നടക്കുകയാണ്, ആത്മാവിൽ ശുദ്ധീകരണം നടക്കുകയാണ്. ആത്മാവിൽ ശുദ്ധീകരണം നടക്കുകയും ആത്മാവിനെ ശാക്തീകരിക്കുകയും ശൂന്യബോധത്തെ അറിയുവാൻ ശീലിപ്പിക്കുകയും ചെയ്യും. So when we are indulged in the practice of nirvana yoga, thus our soul will be purified and strengthened, and thus we will start recognizing the shunya, the consciousness, the ultimate consciousness that is in us, is in every one of us, and thus we will start receiving the true knowledge as it is.
സത്യജ്ഞാനത്തെ അറിയുവാൻ ശീലിപ്പിക്കും, സത്യബോധത്തെ അറിയുവാൻ ശീലിപ്പിക്കും. ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ശാന്തീകരിക്കുകയും ശൂന്യബോധത്തെ അറിയുവാൻ ശീലിപ്പിക്കുകയും ചെയ്യുന്നു സാധനയിലൂടെ. അപ്പോൾ നമുക്ക് സത്യജ്ഞാനത്തെ അറിയുവാനും സത്യബോധം ഉണരുവാനും സാധിക്കുന്നു. So we won't be in a world of imagination anymore. We will recognize our consciousness as it is, and thus we will recognize the truth for what it is. എന്നാൽ അറിയുക നീ മർത്യ, സാധനയേകും ആത്മാവിൻ പരിവർത്തനം, ശീലപരിവർത്തനം സ്വയം വരുത്തേണ്ടത്. എന്നാൽ അറിയുക നീ മർത്യ, സാധനയേകും ആത്മാവിൻ പരിവർത്തനം, സാധനയിലൂടെ ആത്മാവിന് പരിവർത്തനം ഉണ്ടാകും. എന്നാൽ ശീലപരിവർത്തനം സ്വയം വരുത്തേണ്ടതാണ്. ശീലങ്ങൾ, നമ്മുടെ ശീലങ്ങൾ മാറ്റിക്കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളുടെ സാധന ചെയ്ത് നമ്മളുടെ ചിന്തകൾ, കുറച്ച് ആഗ്രഹങ്ങൾ അത് കുറച്ച് സാവധാനം കൊണ്ടുവന്ന് നമ്മളുടെ ഭക്ഷണ രീതി നേരെ കൊണ്ടുവന്ന് ജീവിത രീതി കൊണ്ടുവരിക തന്നെ വേണം. യോഗയിലൂടെ അത് സാധ്യമാവും. യോഗ ചെയ്ത് നേരെ ജീവിത രീതി കൊണ്ടുവന്ന് സാത്വിക ഭക്ഷണം, യോഗയിലൂടെ ആ ഒരു രീതി വന്നു കഴിയുമ്പോൾ നമുക്ക് സാത്വികമായ ഭക്ഷണ രീതിയിലേക്കും വരാൻ സാധിക്കും. So thus practicing nirvana yoga is going to cleanse your soul, but to change your habits, your lifestyle, that you will have to strive for yourself, that you'll have to make an attempt for yourself. That is what the point was about. ആത്മാവിനെ നയിക്കുന്നത് ഞാനാകുന്നുവെങ്കിൽ നിൻ ശീലത്തെ നയിക്കുന്നത് നീ തന്നെയാകുന്നു. ആത്മാവിനെ നയിക്കുന്നത് പരമാത്മാവാണ്. ആദിശൂന്യ ബലശക്തിയാണ് ആത്മാവിനെ നയിക്കുന്നത് എന്ന്. നിന്റെ ശീലത്തെ നയിക്കുന്നത് നീ തന്നെയാണ്. ഗുരുജി എപ്പോഴും പറയും, അത്താഹി അത്തനോ നാദോ അത്താഹി അത്തനോ ഗതി, താൻ തന്നെയാണ് നിന്റെ ഗതി നിർണയിക്കുന്നത് എന്നത്. നിൻ ശീലം നിന്നെ പിന്നിലേക്ക് നയിക്കുന്നുവോ മുന്നിലേക്ക് നയിക്കുന്നുവോ എന്ന് സ്വയം ധരിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും നിങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. So Adishunya Balashakti controls or can guide our soul, but we need to guide our lifestyle in a way that the soul will receive the instructions from the Adishunya Balashakti. Then only we will be able to be eliminated, get rid of all these 6 vices that we have accumulated in us through all these births, and thus becoming a better person through the practice of nirvana yoga on a daily basis. Guruji always mentions regular practice for eternal happiness. So we need to decide whether we will be changing our lifestyle for the better or for worse, because at the end of the day we control our own course, our own path.